നമ്മളിപ്പോൾ ഇറക്കുന്ന മെയിൻ പ്രോഡക്റ്റ് വരാൻ പോകുന്നത് മിന്നൽ എന്ന് പറഞ്ഞിട്ട് അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ചിട്ട് ഏകദേശം 100ഓളം അങ്ങാടി മരുന്നുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാറ്റ് അതൊരു 99% ഇറക്കണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. സീരിയസ് ആയിട്ട് അത് പോസിബിൾ അല്ല. പക്ഷെ അതിൻ്റെ ഒരു മാക്സിമം നല്ല പെർസെൻറ്റേജിൽ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള നല്ല എല്ലാ ഇതൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തനിനാടൻ വാറ്റിൻ്റെ ഒരു മെഡിക്കേറ്റഡ് വേർഷൻ. കാരണം പണ്ട് ഗർഭിണികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്ന സാധനമുണ്ട്. മനസ്സിലായില്ലേ? പ്രസവിച്ച ആ ഒരു ക്ഷീണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഔൺസ് കുടിക്കുന്ന ഒരു 1-2 ദിവസമേ കൊടുക്കുള്ളൂ, 2-3 ദിവസം അത്രേ കൊടുക്കുള്ളൂ. പക്ഷെ അത്ര അവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അപ്പം അന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ആ സാധനം ഇപ്പം ലീഗലി നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ലീഗലി ഉണ്ടാക്കാൻ പറ്റുന്ന രാജ്യമാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സിൽ. അപ്പോൾ അവിടെ നമ്മളിതിൻ്റെ റിസർച്ച് R&D നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ പ്രോഡക്റ്റ് റിലീസാവും. പക്ഷേ എൻ്റെ ഒരു വിഷമം, നമ്മുടെ പേര് സർക്കാർ അടിച്ചു മാറ്റി. ഞാൻ മലബാർ മിന്നലെന്നോ അങ്ങനെ എന്തോ ബ്രാൻഡി അവർ ഇറക്കി. അപ്പം നമ്മൾ ഈ പേര് ഒരു കുറേ നാൾ മുമ്പ് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സന്തോഷമാണ്. നമുക്ക് മോശമായിട്ട് പറയുന്നതല്ല, പക്ഷെ എന്നാലും നമ്മളുടെ ഒരു മിന്നൽ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ആ ഒരു മലബാറിലേക്കും കയറ്റി. അപ്പോൾ എന്തായാലും പിന്നെ നമുക്കതിന് പരാതിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എത്ര 100+ അങ്ങാടി മരുന്നുകൾ വെച്ചിട്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നാടൻ വാറ്റ് അത് ഇറക്കുകയാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. അത് 1 വർഷത്തിന് തവണ R&D നടക്കുവാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ മാസം പോകുന്നുണ്ട് ആംസ്റ്റർഡാം. അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ സാമ്പിൾ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇപ്പം ഏത് സാധനം ഉണ്ടാക്കിയിട്ട് ആദ്യം നമ്മളാണല്ലോ കഴിച്ചു നോക്കേണ്ടത്. എന്നിട്ട് ഒരുപാട് പേർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും നമ്മൾ.